കരിയർ ഗുരുവിൽ ഇന്ന് ഓറിയന്റൽ ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ലഹരിയുടെ അപകടങ്ങളെക്കുറിച്ച് ശ്രീ BS വാര്യർ. നമ്മൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സുകൾ മികച്ചതായാൽ മാത്രം മികച്ച ജോലി ലഭിക്കണമെന്നില്ല. പഠനം മികച്ച രീതിയിൽ പൂർത്തിയാക്കുക കൂടി വേണം. നമ്മുടെ ഡിഗ്രിക്ക് നല്ല രീതിയിൽ വില ലഭിക്കണമെന്നുണ്ടെങ്കിൽ പഠിച്ച സ്ഥാപനവും മികച്ചതാകണം. ഇത്തരത്തിലൊരു മികച്ച സ്ഥാപനത്തെ പരിചയപ്പെടാം ഇന്ന് കരിയർ ഗുരുവിലൂടെ. പ്ലസ് ടുവിന് ശേഷം ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സുകളും ന്യൂ ജനറേഷൻ ഡിഗ്രി കോഴ്സുകളും പഠിക്കാൻ മികച്ച ഓപ്ഷനാണ് വയനാട് ലക്കിടിയിലുള്ള ഓറിയന്റൽ ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. 20 വർഷത്തെ പ്രവൃത്തി പരിചയവും മികച്ച പ്ലേസ്മെൻറ്റ് സൗകര്യമാണ് ഇവിടുത്തെ പ്രത്യേകത. ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളും ന്യൂ ജനറേഷൻ ഡിഗ്രി കോഴ്സുകളും ഇഷ്ടപ്പെടുന്നവർക്ക് പഠന മികവും തൊഴിൽ സാധ്യതകളും തുറന്നിടുകയാണ് വയനാട്ടിലെ ഓറിയന്റൽ ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. വയനാട് ചുരത്തിന്റെ സമീപം സ്ഥിതി ചെയ്യുന്ന കോളേജ് കുട്ടികൾക്ക് മികച്ച പഠനാന്തരീക്ഷം നൽകുന്നു. കുന്നിൻ ചെരുവിലെ കോടമഞ്ഞും തണുത്ത കാലാവസ്ഥയും പ്രകൃതിയോടിണങ്ങിയ ക്യാമ്പസും വ്യൂ പോയിന്റിലെ കാഴ്ചകളും ഓറിയന്റലിന്റെ പ്രത്യേകതയാണ്. ദേശീയപാത 2012 ചേർന്ന് കിടക്കുന്ന 10 ഏക്കർ സ്ഥലത്താണ് ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. 16 ഡിഗ്രി കോഴ്സുകൾ ഓറിയന്റൽ ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാഗ്ദാനം ചെയ്യുന്നു. ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തോടെ നടത്തുന്ന 4 ഡിഗ്രി കോഴ്സുകളും കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ കീഴിലുള്ള BSc കോഴ്സുമാണുള്ളത്. ഹോട്ടൽ മാനേജ്മെന്റിലെ ഡിഗ്രി കോഴ്സുകൾ ഇവയാണ്: ബാച്ചലർ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ്, BSc ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കൾനറി ആർട്സ്, Bachelor in Hotel Administration, BSc Hotel Management and Catering Science, BSc Hospitality and Hotel Administration. New Generation Degree കോഴ്സുകൾ ഇവയാണ്: Bachelor in Multimedia Communication, Bachelor of Visual Communication, BSc Costume and Fashion Designing, BA Mass Communication and Journalism, Bachelor of Travel and Tourism Management, Bachelor of Computer Applications, BSc Information Technology, Bachelor in Business Administration, BCom with Computer Application, BCom Finance, BSc Statistics. ഹോട്ടൽ മാനേജ്മെന്റിൽ യൂണിവേഴ്സിറ്റി അംഗീകാരമുള്ള PG കോഴ്സുകളും ഇവിടെയുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോഴ്സുകൾക്ക് യൂണിവേഴ്സിറ്റി നടത്തുന്ന പൊതുപ്രവേശന പരീക്ഷ വഴിയാണ് അഡ്മിഷൻ നേടാൻ സാധിക്കുക. കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടത്തുന്ന ഡിഗ്രി കോഴ്സിന് നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കേറ്ററിംഗ് ടെക്നോളജിയുടെ പ്രവേശന പരീക്ഷ വിജയിക്കണം. ഇതിനെല്ലാം പുറമെ മാനേജ്മെന്റ് സീറ്റിലും അഡ്മിഷൻ നേടാൻ അവസരമുണ്ട്. ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് മറ്റുള്ള കോഴ്സുകളിൽ കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം പഠിച്ചു കഴിഞ്ഞാൽ ഷൂറായിട്ടും ജോലി കിട്ടുന്ന ഒരു കോഴ്സാണ്. ഇപ്പോൾ എൻജിനീയറിങ്ങോ മറ്റുള്ള സബ്ജക്റ്റൊക്കെ പഠിച്ചിട്ട് പലവരും ജോലിയില്ലാതെ വലയുന്ന ഒരു സമയമാണ്. അതിന് മാത്രം എഞ്ചിനീയറിംഗ് കോളേജസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ജോലിക്കനുസരിച്ചല്ല ഇവിടെ നമ്മളെ സപ്ലൈ. ഹോട്ടൽ മാനേജ്മെൻറ്റ് ഇപ്പോഴും ഷോർട്ടേജാണ്, സ്റ്റാഫ് ഷോർട്ടേജാണ് ഇപ്പോഴും ഈ ഇൻഡസ്ട്രിയിൽ. അതിന് മാത്രം ഹോട്ടൽസും വരുന്നുണ്ട്. കൂടാതെ ഈ കോഴ്സ് കഴിഞ്ഞാൽ അവർക്ക് ഏത് ലൈനിലേക്കും തിരിയാം. ഹോട്ടൽ മാനേജ്മെൻറ്റ് മാത്രമല്ല, അവർക്ക് എയർലൈൻസ് പോവാം, അവർക്ക് വേറെ കുറേ അവർക്ക് IT രംഗത്തേക്കും വേണമെങ്കിൽ മൂവ് ചെയ്യാം. ഏത് രംഗത്തേക്കും അവർക്ക് മൂവ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതാണ് ഹോട്ടൽ മാനേജ്മെൻറ്റിനുള്ള ഒരു പ്രത്യേകത. അതുകൂടാതെ ഞങ്ങൾ കുറച്ച് ന്യൂ ജനറേഷൻ കോഴ്സസ് തുടങ്ങിയിട്ടുണ്ട്. അത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, മൾട്ടിമീഡിയ, ഇതൊക്കെ. അപ്പോൾ ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷനിൽ അതിനും ഡിമാൻഡ് ഉണ്ട്. അത്യാധുനിക പഠന സൗകര്യങ്ങളാണ് കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നത്.
ഹോസ്പിറ്റാലിറ്റി പരിശീലനത്തിനായി പ്രത്യേക റെസ്റ്റോറന്റും പാചകം പഠിക്കുന്നതിനായി കിച്ചണും ക്യാമ്പസിലുണ്ട്. മികച്ച ഹോട്ടൽ മാനേജ്മെന്റ് പഠന സ്ഥാപനത്തിനായി സംസ്ഥാന ടൂറിസം വകുപ്പ് ഒരുക്കിയിരിക്കുന്ന അവാർഡ് തുടർച്ചയായി 5ാം വർഷമാണ് ഓറിയന്റൽ കരസ്ഥമാക്കുന്നത്. ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു വേ ഓഫ് ലൈഫാണ്. ഇത് പഠിക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് എന്തുകൊണ്ടും ഒരു പ്രൊഫഷണലായിട്ട് ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ നല്ല ജോലി സമ്പാദിച്ചെടുക്കാനുള്ള എല്ലാ സാധ്യതകളും ഹോട്ടൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് കോഴ്സുകൾ കൊണ്ട് സാധിക്കുന്നതാണ്. ഓറിയൻ്റൽ ക്വാളിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എസ്പെഷ്യലി ഫൈനൽ ഇയർ ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി നമ്മളെ പ്രോഗ്രാം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഒരു ഓണത്തോടനുബന്ധിച്ച് അത് തീർത്തിട്ട് ഓണത്തിന് ശേഷം നമ്മൾ എല്ലാ മൾട്ടിനാഷണൽ ഇൻ്റർനാഷണൽ ചെയിൻസ് ഓഫ് ഹോട്ടൽസ് മറ്റുള്ള സെക്ടറിലുള്ള എല്ലാ കമ്പനീസിനെയും ഇവിടെ വിളിച്ചു വരുത്തുകയും ഇവിടെ നിന്ന് നല്ല രീതിയിലുള്ള പ്ലേസ്മെൻറ്റ് കൊടുക്കാനുള്ള ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്. അവർ ചില ഹോട്ടൽസ് ഇവിടെ ടെസ്റ്റ് നടത്തുന്നുണ്ടാവും, ചിലത് ഗ്രൂപ്പ് ഡിസ്കഷൻ. അവരുടെ ആ സ്റ്റാൻഡേർഡ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് പ്രകാരമാണ് കുട്ടികളെ സെലക്ട് ചെയ്യുക. റൈറ്റ് ഫ്രം മാനേജ്മെൻറ്റ് ട്രെയിനിങ്, ഹോട്ടൽ ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ട്രെയിനിങ്, ഹോട്ടൽ ിലുള്ള മറ്റുള്ള ഏത് മേഖലകളിലും ഏത് സെക്ടറിലും ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുമുള്ള സെലക്ഷൻസ് ഇവിടെ നടക്കുന്നതാണ്. ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സുകൾക്ക് പുറമെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അംഗീകാരമുള്ള 11 ന്യൂ ജനറേഷൻ ഡിഗ്രി കോഴ്സുകളും ഇവിടെയുണ്ട്. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, ബിസിനസ്, കൊമേഴ്സ് എന്നീ വിഷയങ്ങളിലാണ് ഡിഗ്രികൾ ഓഫർ ചെയ്യുന്നത്. ഫാഷൻ ഡിസൈനിംഗ് പോലെയുള്ള കോഴ്സുകൾ പഠിക്കാനും കേരളത്തിൽ പലയിടത്തു നിന്നും ഇവിടെ വിദ്യാർത്ഥികൾ എത്തുന്നു. ഹയർ സെക്കൻഡറി പഠനത്തിന് ശേഷം ഫാഷൻ ലോകത്തേക്ക് കടന്നുവരാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള മികച്ച കോഴ്സാണ് BSc കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിംഗ്. വിഷ്വൽ കമ്മ്യൂണിക്കേഷനിലും മൾട്ടിമീഡിയ രംഗത്തും താൽപ്പര്യമുള്ളവർക്കായി 3 ഡിഗ്രി കോഴ്സുകളുമുണ്ട്. ബാച്ചലർ ഓഫ് മൾട്ടിമീഡിയ കമ്മ്യൂണിക്കേഷൻ, ബാച്ചലർ ഓഫ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, BA മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം എന്നിവയാണിത്. പുത്തൻ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ക്ലാസുകൾ എടുക്കുന്നത്. വിവിധ BCom കോഴ്സുകളിലും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സിലും ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലും ഡിഗ്രി നേടാനും അവസരമുണ്ട്. മികച്ച ലൈബ്രറിയും കമ്പ്യൂട്ടർ ലാബും ഓറിയന്റലിൽ പ്രവർത്തിക്കുന്നു. ഇതിനു പുറമെ വൈഫൈ സൗകര്യവും ക്യാമ്പസിലുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി പ്രത്യേക ഹോസ്റ്റൽ സൗകര്യങ്ങളും കോളേജ് ഒരുക്കിയിട്ടുണ്ട്. പ്രായോഗിക പരിശീലനത്തിന് പ്രാമുഖ്യം നൽകുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് ഏത് സാഹചര്യങ്ങളിലും ജോലി ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് മികച്ച ഓഫറുകളാണ് രാജ്യാന്തര കമ്പനികൾ നൽകുന്നത്. ലഹരിക്ക് അടിമപ്പെടുന്ന പുതുതലമുറക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പഠനത്തെ ഗുരുതരമായി ബാധിക്കുന്ന ഇത്തരമൊരു അവസ്ഥയിൽപ്പെട്ടാൽ എങ്ങനെ ഈ സാഹചര്യത്തെ നേരിടാം? കുട്ടികൾ ഇത്തരമൊരു സാഹചര്യത്തിൽ അകപ്പെട്ടു പോയാൽ മാതാപിതാക്കളും അധ്യാപകരും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇത്തരമൊരു അവസ്ഥയിൽ പെട്ടുപോകാതെ കുട്ടികൾക്ക് എങ്ങനെ സ്വയം സൂക്ഷിക്കാൻ സാധിക്കും? ഇതേക്കുറിച്ചൊക്കെ പറഞ്ഞു തരുന്നു കരിയർ വിദഗ്ധൻ ശ്രീ BS വാര്യർ. ആദ്യം ഒരു രസത്തിൽ നിന്ന് തുടങ്ങി പിന്നീട് അതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല.
ലഹരിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ലഹരിക്ക് അടിമപ്പെട്ട് ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് കുട്ടികളുടെ വാർത്തകൾ നമ്മൾ ഈ വരുന്ന കാലത്ത് കാണാറുണ്ട്. ഇങ്ങനെ ഈ ലഹരിക്ക് അടിമപ്പെട്ടു പോകാതെ ഇത്തരം പ്രലോഭനങ്ങളിൽ നിന്നും കുട്ടികൾക്ക് എങ്ങനെയാണ് മാറി നിൽക്കാൻ സാധിക്കുക? നമ്മളിതൊരു കരിയർ ഗുരു പ്രോഗ്രാം ചെയ്യുകയാണ്. അതിൻ്റെ ലക്ഷ്യം നല്ല പഠന മാർഗ്ഗങ്ങൾ, എങ്ങനെ പഠിച്ച് നന്നാകണം, എങ്ങനെ നല്ല പൗരന്മാരാകണം, നല്ല ജോലി സമ്പാദിക്കണം, ഇതൊക്കെയാണ്. ഈ തരത്തിലുള്ള ലക്ഷ്യങ്ങൾക്കെല്ലാം ഘടകവിരുദ്ധമായ ഒരു സംഗതിയാണ് ഈ സൂചിപ്പിച്ച ലഹരി അല്ലെങ്കിൽ ഡ്രഗ് എന്നുള്ളത്. അത് നമ്മുടെ നാട്ടിലും നമ്മുടെ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികളിലെ ഗണ്യമായ ശതമാനം അതിനടിപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ദുഃഖകരമായ വാർത്തയാണുള്ളത്. തീർച്ചയായും നമ്മുടെ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണിത്. ഒരു സംഭവത്തെ ഞാൻ പറയാം. ഒരു ഭാര്യയും ഭർത്താവും രണ്ടുപേരും ജോലിയുള്ളവരാണ്. രണ്ടുപേരും ജോലിക്ക് പോകും. 15 വയസ്സായ ഒരു മകനാണ് ഉള്ളത്. അപ്പോൾ അവൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അടുത്ത വീട്ടിലുള്ളൊരു മുത്തശ്ശി എന്നും വളരെ വാത്സല്യത്തോടെ നോക്കി കാണും. അവരെ കണ്ട് ചിരിക്കുകയോ കൈ കാണിക്കുകയോ ഒക്കെ അമ്മൂമ്മ ചെയ്യും. അപ്പോൾ ഇവന് സന്തോഷമായിരുന്നു. പക്ഷേ പെട്ടെന്ന് അവൻ്റെ സ്വഭാവത്തിലൊരു മാറ്റം വന്നു. അവൻ കുനിഞ്ഞു നടക്കുക, ആരോടും സംസാരിക്കാതിരിക്കുക, കോപിച്ച് നോക്കുക എന്നൊക്കെ തോന്നി. അപ്പോൾ ഈ അമ്മൂമ്മയ്ക്ക് സംശയം തോന്നി. അപ്പോൾ വൈകുന്നേരം ഈ വിദ്യാർത്ഥിയുടെ അമ്മ വന്നപ്പോൾ പറഞ്ഞു, മോളെ നീ നിൻ്റെ മകൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം, അവരെന്തോ കുഴപ്പമുണ്ട്. ഇന്ന് എന്ത് കുഴപ്പമാണെന്ന് ചോദിച്ചു. അല്ല ഇപ്പോഴത്തെ ഈ പൊടിയോ എന്തോ ഉണ്ടല്ലോ. അപ്പോൾ ഇവർ പറഞ്ഞു, തള്ള എൻ്റെ കുഞ്ഞിനെ പറ്റി അങ്ങനൊന്നും പറയരുത്, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി എന്നുള്ള മട്ടിൽ ഒരു മറുപടി പറഞ്ഞു. എങ്കിലും ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും ഇവനെ ഒന്ന് നിരീക്ഷിച്ചു. കാര്യമായിട്ട് നോക്കിയപ്പോൾ അവൻ്റെ രീതിയൊക്കെ മാറിക്കഴിഞ്ഞു. അവനെ അച്ഛനോടും അമ്മയോടും സംസാരിക്കുന്നില്ല. അവർ മുറിക്കകത്ത് അടച്ചിരിക്കുക. ഒന്നുകിൽ മിണ്ടുകയില്ല, അല്ലെങ്കിൽ ദേഷ്യം. ഒരു കാര്യത്തിനും താല്പര്യമില്ല, ആഹാരത്തിൽ പോലും താല്പര്യമില്ല. ഇങ്ങനെ വന്നപ്പോൾ ഇവർ ചോദിച്ചപ്പോൾ അവനൊന്നുമില്ലെന്ന് പറഞ്ഞെങ്കിലും ഈ വിദ്യാർത്ഥിയുടെ അച്ഛൻ സ്കൂളിൽ പോയി രഹസ്യമായി അന്വേഷിച്ചു. ഇവൻ്റെ കൂട്ടുകാർ അന്വേഷിച്ചപ്പോൾ ഇവൻ ഈ ലഹരി കഴിക്കുന്ന കുട്ടികളുടെ ഗ്രൂപ്പിൽ പെട്ടു എന്ന് മനസ്സിലായി. ഈ അച്ഛൻ പ്രിൻസിപ്പലിനെ കണ്ടു പറഞ്ഞു. ആ പ്രിൻസിപ്പൽ മറുപടി പറഞ്ഞത്, ഈ സ്കൂളിൽ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, എൻ്റെ സ്കൂളിലെ മോശമാക്കാൻ വരികയാണ്, വേണമെങ്കിൽ TC എന്ന് വിട്ടേക്കാമെന്ന് പറഞ്ഞു. ഇത് സ്കൂളിലെ മാനേജ്മെൻറ്റിൻ്റെ ഒരു പല സ്കൂൾ മാനേജ്മെൻറ്റ് ആറ്റിറ്റ്യൂഡാണ്. കാരണം നമ്മുടെ സ്കൂളിൽ മോശമാകരുതെന്നുള്ളത്. അപ്പോൾ നമ്മൾ സത്യങ്ങളെ അംഗീകരിക്കാതിരിക്കുക. രക്ഷിതാക്കളും എനിക്കാറുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞ് എൻ്റെ കുഞ്ഞൊന്നും വരികയില്ല, എൻ്റെ കുഞ്ഞ് യോഗ്യനാണ്. എൻ്റെ കുഞ്ഞ് എന്ന് പറയുന്നു. നിങ്ങളുടെ മകനോ മകളോ 15, 17, 18 വയസ്സാകുന്നു. ആ കുട്ടി ഒരു വേറെ വ്യക്തിയാണെന്ന് അറിയണം. നിങ്ങളുടെ ഹൃദയമല്ല അവരുടെ ഹൃദയം, നിങ്ങളുടെ ശ്വാസഹൃദയമല്ല അവന് കണ്ണല്ല, അവന് വേറെ കണ്ണുണ്ട്, അവൾക്ക് വേറെ കണ്ണുണ്ട്. അപ്പോൾ വേറൊരു വ്യക്തി ആയതുകൊണ്ട് അവരുടെ രീതികൾക്ക് വ്യത്യാസം ഉണ്ടായിരിക്കാം. അപ്പോൾ സ്കൂളിലെ കുട്ടികളെ നമ്മൾ നിശ്ചയിക്കണം. നമുക്ക് നമ്മളൊരു കരിയർ ഉണ്ടാക്കണം, നല്ല പഠിക്കണം, നല്ല ജോലി നേടണം എന്നൊക്കെ ആഗ്രഹമുള്ളവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നോക്കണം. ഈ പഠിത്തത്തിലൊന്നും താല്പര്യമില്ലാത്ത ചില ആളുകൾ ഈ തരത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കുമ്പോൾ അവരുമായിട്ട് അധികം ഇടപഴകാൻ പോകാതിരിക്കുകയാണ് നല്ലത്. കാരണം അതിലൊരിക്കൽ വീണു പോയാൽ വീണതാണ്. ഇപ്പോൾ കഴിക്കുന്ന മരുന്നുണ്ട്, പുകയ്ക്കുന്ന മരുന്നുണ്ട്, കുത്തിവയ്ക്കുന്ന മരുന്നുണ്ട്. ഇതൊക്കെ മരുന്ന് പലതരത്തിലുണ്ടെങ്കിൽ അവസാനം ഈ ഒരാളെ കൊല്ലാൻ തൂക്കിക്കൊല്ലണോ, വെട്ടിക്കൊല്ലണോ, പുകച്ചു കൊല്ലണോ എന്നൊക്കെ ചോദിച്ച പോലെയാണ്. ഇലക്ട്രിക് ചെയർ വേണോ എന്ന് ചോദിച്ച പോലെയാണ്. എല്ലാം ഒരുപോലെ തന്നെ മാരകമായ ഫലമുള്ള കാര്യമാണ്. അതിന് പോകരുത്. അപ്പോൾ ഇതെങ്ങനെയാണ് രക്ഷിതാക്കൾ നോക്കേണ്ടത്? ഈ ഞാൻ കഥയിൽ പറഞ്ഞതുപോലെ ഇവരുടെ പെരുമാറ്റത്തിൽ മാറ്റമുണ്ടോ? നമ്മളെ പെരുമാറുന്നത് സാധാരണ രീതിയിൽ തന്നെയാണോ എന്ന് നോക്കണം. ആ രീതിയിൽ അല്ലെങ്കിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം. ഇപ്പോൾ ഇവരുടെ വേറൊരു വ്യത്യാസം വരുന്നത് ഈ കൂട്ടത്തിൽ പെട്ട് കഴിഞ്ഞാൽ ലഹരി മരുന്നുകൾ മേടിക്കാൻ പണം കണ്ടെത്തേണ്ട ആവശ്യം കുട്ടികൾക്കുണ്ടാകും. അപ്പോൾ ആദ്യം അച്ഛനമ്മമാരുടെ പണം ഇവർ മോഷ്ടിക്കും. ആദ്യം മോഷ്ടിക്കുക മനസ്സാക്ഷിക്കുത്തുണ്ടായിരിക്കും. ഞാൻ അച്ഛൻ്റെ 50 രൂപ എടുക്കാമോ, അമ്മയുടെ 100 രൂപ എടുക്കാമോ? ആദ്യം വിഷമമുണ്ടായിരിക്കും. പക്ഷേ അത് 4 ദിവസം ചെയ്യുമ്പോൾ അത് ശീലമാകും. അതൊരു കുറ്റമല്ല എന്ന വിചാരം മനസ്സിലുണ്ടാകും. അപ്പോൾ ഒരു മോഷണം ശരിയാണ്, താൻ ചെയ്യുന്ന മോഷണം ശരിയാണെന്ന് തോന്നുന്നുണ്ടാകും. മോശമായ കൂട്ടുകെട്ടായിരിക്കും, പലതരം ബന്ധങ്ങളായിരിക്കും. നമുക്ക് വിവരിക്കാൻ വയ്യാത്ത പല ബന്ധങ്ങളിലേക്കും ഇതൊക്കെ ഇന്ന് കടന്നു പോകാം. ചുരുക്കത്തിൽ ആ വ്യക്തിയുടെ എല്ലാ ഗുണങ്ങളും പോയി അവന് സമൂഹത്തിന് യോജിക്കാത്ത, പൗരബോധമില്ലാത്ത ഒരാളായിട്ട് മാറുന്ന സാഹചര്യം ഉണ്ടാകാൻ സാധിക്കും. അപ്പോൾ രക്ഷിതാക്കൾ നോക്കണം. എന്താ നോക്കേണ്ടത്? രക്ഷിതാക്കൾ നോക്കി ഇതിൻ്റെ പെരുമാറ്റത്തിൽ വ്യത്യാസമുണ്ടോ, ഇവൻ നമ്മളോട് സംസാരിക്കാതിരിക്കുന്നുണ്ടോ, ഇവൻ്റെ സ്കൂളിലെ അറ്റൻഡൻസ് എങ്ങനെയാണ്? ഈ പല രക്ഷിതാക്കൾക്ക് ഒരു കുഴപ്പമുള്ള സ്കൂളിലേക്ക് പറഞ്ഞു വിട്ട് ഫീസ് കൊടുത്താൽ കഴിഞ്ഞു, സ്കൂൾ ബസ് കയറ്റി വിട്ടാൽ ജോലി കഴിഞ്ഞു. അങ്ങനെയല്ല. ഇടയ്ക്ക് പോയി സ്കൂളിൽ അന്വേഷിക്കണം, പ്രിൻസിപ്പലിനോട് സംസാരിക്കണം, കുട്ടികളോട്, സാറുമാരോട് സംസാരിക്കണം, ടീച്ചേഴ്സിനോട് സംസാരിക്കണം. എങ്ങനെയാണ് ഇതിന് പെരുമാറ്റം വല്ല വ്യത്യാസമുണ്ടോ? രക്ഷിതാക്കൾ നോക്കുന്നത് പോലെ തന്നെ അധ്യാപകർ നോക്കണം. ആ നോക്കി അത് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഈ നമ്മൾ പെശകുണ്ട് എന്നുള്ളത് അംഗീകരിക്കുക എന്ന് ഏറ്റവും പ്രധാനമാണ്.
ഇതുകൊണ്ട് പെട്ടെന്ന് ഇവർ പെട്ടെന്നൊരു ഗ്രൂപ്പ് ചേരുകയാണ്. എപ്പോഴും ഓരോ പ്രത്യേക ഡ്രഗിനൊരു ഗ്രൂപ്പ് ചേരുന്നുണ്ട്. ആ ഗ്രൂപ്പാണ് തീർച്ചയായിട്ടും അധ്യാപകരും സ്കൂളിൽ മാനേജ്മെൻറ്റും നോക്കണം, ലഹരി എതിരായിട്ട് പോകരുന്നുണ്ട്. പിന്നെ വേറൊന്ന്, ഇത് കഴിഞ്ഞ് മറ്റുള്ള മോശമായ കാര്യങ്ങളിലേക്ക് പോകും. ആരോ പറഞ്ഞു ഗാന്ധി സിനിമ കണ്ടിട്ട് ആരും ഗാന്ധിയെ പോലെ ആകാറില്ല എന്ന് പറഞ്ഞു. അതൊരു തർക്കുത്തരമാണ്, ഒരു വാദമാണ്. അതിൻ്റെ സൂചന മോശമായ ചിത്രങ്ങളോ മോശമായ വീഡിയോകളോ ഒക്കെ കണ്ടാൽ ഒരാൾ മലീമസമാകുകയില്ല എന്നുള്ള ഒരു തെറ്റായ വ്യാഖ്യാനമാണ്. അങ്ങനെയല്ല. കാരണം ഒരു ടീനേജ് ആളുകൾ 13 മുതൽ 19 വരെ ടീനേജ് ഉദ്ദേശിക്കുന്നത് കൗമാരപ്രായം. ആ കൗമാരപ്രായത്തിലെ മനസ്സ് പലതും വളരെ വേഗം വലിച്ചെടുക്കും. ഈ വലിച്ചെടുക്കുന്ന നന്മയാണോ തിന്മയാണോ ചിലപ്പോൾ കൂടുതൽ തിന്മ വലിച്ചെടുക്കാനാണ് സ്വാഭാവികമായ പ്രവണത മനുഷ്യർക്കുള്ളത്. അപ്പോൾ നാം അതിനെ അകറ്റുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ശക്തി കൊണ്ട് തിന്മയെ മാറ്റി നിർത്തുകയും നന്മയെ സ്വീകരിക്കുകയാണ് നാം ചെയ്യുന്നത്. അപ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് അത് രക്ഷിതാക്കൾ തീർച്ചയായിട്ടും വളരെ ശ്രദ്ധിക്കണം. പിന്നെ കുട്ടികൾക്ക് വേറൊന്ന് ചെയ്യാനുള്ളത്, അവരോട് ഒരു കാര്യം വേണ്ട എന്ന് പറയാൻ ശീലിപ്പിക്കണം. അതാണ് വളരെ ബുദ്ധിമുട്ട്. ഇപ്പോൾ 5 പേര് വന്ന് കൂട്ടുകാർ വരുന്നു, 6ാം ഒരുത്തനാണ്. 5 പേര് ഡ്രഗ് അടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവനോട് പറയുമ്പോൾ ഇവന് എനിക്ക് വേണ്ട, ഞാൻ വരികയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മോശക്കാരനാകുമോ എന്നുള്ള ഒരു ഭീതി ഉണ്ടെങ്കിൽ അത് ആവശ്യമില്ല. എനിക്കിത് ആവശ്യമില്ല എന്ന് മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യവും അതിനുള്ള ആത്മവിശ്വാസവും കുട്ടികളിൽ പകർന്നു കൊടുക്കാൻ നാം ശ്രദ്ധിക്കേണ്ടത് വളരെ വളരെ പ്രധാനമാണ്. പിന്നെ വേറൊന്ന്, പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഇതിൻ്റെ ദോഷം ഉപദേശമല്ലല്ലോ. ടീനേജുകാർക്ക് ഒരിക്കലും ഉപദേശം അവർ സ്വീകരിക്കുന്നില്ല. അവർ പറയും എൻ്റെ പെർസെപ്ഷൻ ഇങ്ങനെയാണ്, അച്ഛന് 45 അല്ലെങ്കിൽ അമ്മയ്ക്ക് 40 വയസ്സുണ്ട്, അപ്പോൾ നിങ്ങളുടെ പെർസെപ്ഷൻ തെറ്റാണ്, എൻ്റെ പെർസെപ്ഷനാണ് ശരി എന്നല്ല എല്ലാ ടീനേജുകാരും എല്ലാ മനുഷ്യരും ആ പ്രായത്തിൽ വിചാരിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു തലമുറകളുടെ വൈരുദ്ധ്യം, ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നതിന് വേറെ അടിസ്ഥാനപരമായ കാര്യം, നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ രക്ഷിതാക്കളുടെ അവരുടെ പ്രവർത്തന രീതിയിലൊരു കുഴപ്പമുണ്ട്. പണ്ട് സമയത്ത് സന്ധ്യാനാമം ജപിക്കാനോ പ്രാർത്ഥനയ്ക്കോ കൂടിയിരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതില്ല. പക്ഷേ അത് കുഴപ്പമില്ല. എങ്കിലും വൈകുന്നേരം അത്താഴം കഴിക്കുമ്പോഴെങ്കിലും നമ്മളൊന്ന് കുട്ടികളോട് കൂടിയിരിക്കുക. കുട്ടികളുടെ ചെറിയ ദുഃഖങ്ങളും ചെറിയ സുഖങ്ങളും പങ്കെടുക്കുക. ഇപ്പോൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുണ്ട്. ആ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് ചെറിയ കാര്യങ്ങളെ പറയാനുള്ളൂ. അതൊക്കെ ഞാൻ വലിയ ഗൗരവക്കാരനാണ്, ഞാൻ വലിയൊരു പ്രൊഫഷണലാണെന്ന് അച്ഛനും അമ്മയും അതുപോലെ വിചാരിച്ചുകൊണ്ടിരുന്നാൽ അവരോട് ചോദിക്കുന്നില്ല. അവരോട് ചോദിക്കാത്ത സമയത്ത് വരുന്നത് അവരുടെ ദുഃഖം പങ്കിടുന്നില്ല. ഈ ആനയ്ക്ക് തടിഭാരം, ഉറുമ്പിന് അരിഭാരം എന്ന് പറയും. ആ ഉറുമ്പിനെ സംബന്ധിച്ച്, കൊച്ചുകുട്ടിയെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. ടീച്ചറൊരു ചോദ്യം ചോദിച്ചു, അല്ലെങ്കിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു, എന്നെ ഒരു അടി തന്നു, അല്ലെങ്കിൽ പറ്റുകയില്ല എന്ന് പറഞ്ഞു, അത് കുട്ടിക്ക്, അല്ലെങ്കിൽ നീ നല്ലോണം ചെയ്യുന്നു, പുറത്ത് തട്ടി, ഇതൊക്കെ ആ കുട്ടിക്ക് വലിയ കാര്യമാണ്. അപ്പോൾ നമ്മുടെ രക്ഷിതാക്കൾക്ക് പലപ്പോഴും അവർക്ക് സീരിയൽ കാണണമെന്ന് ഞാൻ പറയുന്നില്ല. സീരിയൽ കാണട്ടെ, അല്ലെ ക്ലബിൽ പോകട്ടെ, ചീട്ട് കളിക്കട്ടെ, എല്ലാം ആവശ്യമാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ രക്തത്തിൽ പറഞ്ഞ കുഞ്ഞുങ്ങളുടെ കാര്യം, അവരുടെ ഭാവി എന്തെങ്കിലും ദോഷം വരുമെന്ന് സംശയമുണ്ടെങ്കിൽ അവരുമായിട്ട് പങ്കിടുന്നതിന്, അവരുമായിട്ട് നല്ല ആശയങ്ങൾ പകർന്നു. അപ്പോൾ ചുരുക്കത്തിൽ അവരുമായിട്ടൊരു ഡയലോഗ്, ഒരു ലൈൻ വേണം. അതില്ലെങ്കിൽ പലപ്പോഴും ഉണ്ടാകുന്നത് കുട്ടികൾക്ക് അകൽച്ച ഉണ്ടാകും. എന്ന് മാത്രമല്ല, വീട്ടിൽ സ്നേഹം കിട്ടുന്നില്ല എന്ന് തോന്നുന്ന കുട്ടി നിശ്ചയമായും പുറത്തു പോയി എവിടെയെങ്കിലും സ്നേഹത്തിൻ്റെ തരി കിട്ടും തോന്നിയാൽ അതിൻ്റെ പുറകെവും. മനുഷ്യ പ്രവണതയാണ് സ്നേഹിക്കപ്പെടാനുള്ളത്. അപ്പോൾ അങ്ങനെ ആ വെളിയിൽ കിട്ടുന്ന സ്നേഹം ശരിയായ സ്നേഹമായിരിക്കുകയില്ല, ഈ കുട്ടിയോടുള്ള സ്നേഹമായിരിക്കില്ല. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം തങ്കനൂല് പോലുള്ള സ്നേഹമാണ്, അതല്ല ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അവരുടെ ഏതെങ്കിലും കാര്യസാധ്യത്തിന് അവരുടെ ഡ്രഗിൻ്റെ കമ്പനി ചേർക്കാനോ, അത് കൂടുതൽ പൈസ വീട്ടിൽ നിന്ന് കൊണ്ടുവരാനോ, അല്ലെങ്കിൽ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കോ വഷളത്തങ്ങൾക്കോ ഒക്കെ ആയിരിക്കാം കൂട്ടുകൂടുന്നത്. ഇതിലേക്ക് കുട്ടികൾ പോകാതെ ഇരിക്കുന്നതിന് ഇതിൻ്റെ ഒരു മൗലികമായ കാര്യം, ഒരു പക്ഷേ സിഗരറ്റ് വലി ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ മദ്യത്തിൻ്റെയും ഡ്രഗിൻ്റെയും കാര്യം ടീനേജുകാരിലും കുട്ടികളുടെ കാര്യത്തിൽ വളരെ കൂടിയിട്ടുണ്ട്. കേരളത്തിലെ ശരാശരി മദ്യപാനം തുടങ്ങുന്ന പ്രായം 12-13 വയസ്സായി കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഞെട്ടിക്കുന്ന കാര്യമാണ്. നമ്മളുടെ കരിയർ ഗുരുവിനെ പറ്റി പറയുന്നു, അല്ലെങ്കിൽ കോഴ്സിനെ പറ്റി പറയുന്നു, മാനേജ്മെൻറ്റ് പറയുന്നു, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ട്സ് പറയുന്നു. ഇതൊക്കെ പറഞ്ഞ് എവിടെ പോകുന്നു? ഈ തരത്തിൽപ്പെട്ട കുട്ടികളെ സംബന്ധിച്ച് ഇതൊക്കെ എന്നേക്കും നഷ്ടമായി പോവുകയാണ്. അതുകൊണ്ട് തീർച്ചയായും കുട്ടികളെ ബോധവൽക്കരിക്കുന്ന രക്ഷിതാക്കൾക്കുണ്ട്, അധ്യാപകർക്കുണ്ട്. കുട്ടികളെ സംബന്ധിച്ച് അവരും പെരുമാറുമ്പോൾ നമ്മുടെ സഹപ്രവർത്തകരെ, സഹപാഠികളെ വേണ്ട വിധം തിരഞ്ഞെടുക്കുന്നതിനും ഇല്ല, വേണ്ട, ഞാനില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം കുട്ടികളിൽ ഉണ്ടാവുകയും വേണം. അതിന് രക്ഷിതാക്കൾക്കും അധ്യാപകരും സഹായിക്കുകയും വേണം. നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പോലും വളരെ നിർണായകമായ ഒരു മേഖലയാണ്, ഒരു പ്രശ്നമാണ് ഈ ലഹരി. അതിൽ നിന്ന് നമ്മുടെ കുട്ടികൾ മോചനം നേടുക തന്നെ വേണം.
ലഹരിയിൽ നിന്നുള്ള മോചനം അതെങ്ങനെ സാധ്യമാകും? കുട്ടികൾക്ക് ചില സംശയങ്ങളുണ്ട്, അവ എന്തൊക്കെയാണെന്ന് നോക്കാം. സാർ, ലഹരിക്ക് അഡിക്റ്റഡ് ആവുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. എന്നാലും കൂട്ടുകാർ പറയുന്നു ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ലെന്ന്. അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? വലിയ കുഴപ്പമുണ്ട്. കണക്കുകൾ വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഈ മയക്കുമരുന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നയാൾ അത് നല്ല ശതമാനം അതിനടിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിനടിപ്പെട്ട് പോയാൽ നമ്മുടെ ജീവിതം തന്നെ കുഴപ്പത്തിലാകും, നമ്മുടെ സ്വഭാവ രീതിയിൽ വ്യത്യാസം ഉണ്ടാകും, നമ്മുടെ ജീവിതം അപകടപ്പെടുത്തുന്ന ഒരു വഴിയാണ്. അതുകൊണ്ട് ഈ ഒരു പരീക്ഷണത്തിന് പോകാതിരിക്കുക. ചില പരീക്ഷണം ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാതിരിക്കുക നല്ലത്. ആ തരത്തിലുള്ള ഒരു പരീക്ഷണമാണ് ഈ ലഹരി മരുന്ന് അല്ലെങ്കിൽ ഡ്രഗ്സ് ഒക്കെ ഒന്ന് പരിശോധിക്കുക എന്നുള്ളത്. ഒരിക്കലും വേണ്ട. സർ, എനിക്കറിയാവുന്ന ചില കുട്ടികൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഞാനത് അധ്യാപകനോട് പറയുന്നതാണോ നല്ലത്, അതോ ഞാനതിൽ ഇടപെടാതിരിക്കുന്നതാണോ നല്ലത്? ഇത് കുട്ടികൾക്കുള്ള പൊതുവെ ഒരു പ്രശ്നമാണ്. ഒരു കൂട്ടുകാർ എന്തെങ്കിലും അനാവശ്യങ്ങൾ കാണിച്ചാൽ ടീച്ചറോട് പറയാമോ, പറയാതിരിക്കുമോ, ഇത് ശത്രുവാകുമെന്നൊക്കെ ചോദിക്കും. പക്ഷേ ഉത്തരവാദിത്വമുള്ള ഒരു വിദ്യാർത്ഥി നിലയിൽ ആ സുഹൃത്തിനോട് സ്നേഹമുള്ള ഒരാൾ തീർച്ചയായിട്ടും സൂചന നൽകണം. സൂചന നൽകിയാൽ മതി, ബാക്കി അധ്യാപകരോ പ്രിൻസിപ്പലോ ചെയ്യട്ടെ. അപ്പോൾ നമ്മളതിനെപ്പറ്റി ഒരുപാട് പറഞ്ഞു ഇങ്ങനൊരു സംശയമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കുട്ടികൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് അങ്ങ് ഇന്ന് സംസാരിച്ചത്. വളരെയധികം നന്ദി. കരിയർ ഗുരുവിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. വിലാസം: പ്രൊഡ്യൂസർ കരിയർ ഗുരു, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. ഈ എപ്പിസോഡ് കാണുന്നതിനായി ലോഗിൻ ചെയ്യാം manoromanews.com.